ഒരു 5 സെക്കൻഡ് നമ്മൾ എവിടെയെങ്കിലും വെറുതെ നിന്നാൽ അപ്പം നമ്മുടെ കാലിൽ ഈച്ചയടിച്ച് തുടങ്ങും. പുറത്ത് നിന്ന് ഈച്ച അടിക്കണ്ടെന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് കയറിയപ്പോൾ അവിടെ ഇതുവരെ കാണാത്ത ഈച്ച. മൂക്കിനകത്തും വായിക്കകത്തും ഈച്ച പോകാതിരിക്കാൻ വേണ്ടി മൂടിപ്പൊതിഞ്ഞാണ് നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്നത് തന്നെ. ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വിശപ്പായി. രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല. ഈച്ച ഇല്ലാത്ത ഇടമല്ല, ഈച്ച ഏറ്റവും കുറഞ്ഞ ഇടം നോക്കിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിലവിൽ ഈ നാട്ടിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കാരണം ഈ ഹോട്ടൽ തുറന്നിട്ട് 2 മാസമേ ആയുള്ളൂ. അതുകൊണ്ടാണ് ഈച്ച ഇത്രയും കുറവ്. ഇവിടുത്തെ നാടൻ ഭക്ഷണം ചോറും പരിപ്പും ഒക്കെയാണ്. ആക്രാന്തം കൊണ്ട് കഴിക്കുന്നതല്ല, എത്രയും പെട്ടെന്ന് കഴിച്ചു നിർത്താൻ അത്ര ഈച്ചയെ കുറച്ചടിച്ചാൽ മതി. അങ്ങാട്ട് പിടി ഇങ്ങാട്ട് പിടി തന്നെ. നൃത്തം പഠിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ എത്തിയത് ഒരു ബീഹാറിലെ ഈച്ചകളുടെ ലോകത്തായിരുന്നു. ഇവിടെ വന്ന ശേഷം എന്റെ കാലുകൾ ഒരിടത്ത് അനങ്ങാതിരിക്കാൻ കഴിയുന്നില്ല. വായിൽ ഈച്ചറായി വേണ്ടി വായിൽ തുണിയിട്ടിരിക്കുകയാണ്. അല്ലേ, എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ? എന്ത് തോന്നുന്നു? വീട്ടിൽ പോകാൻ തോന്നുന്നു? നാട്ടിൽ പോകാൻ തോന്നുന്നു? നാട്ടിൽ പോയി മീനും കൂട്ടി ചോറുണ്ടോ? അതെ, ആളിയാ ആയിരിക്ക അടച്ചു വെച്ചു അവസ്ഥയല്ലേ. അയ്യോ, ബീഹാറിലെ ചൂട് വന്ന് നീ മൂടും തോറും അതുകൊണ്ട് മൂക്കി വന്നിരിക്കുന്നു. ഇതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ട് ആളിയാണ്? ഇതൊക്കെ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഭോജ്പൂർ എന്ന് പറയുന്നത് അവിടെ പിന്നെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കടയാ, ബേക്കറി. ഒരു എല്ലാം ഉണ്ടാക്കി ഇട്ട്, അതായത് നമ്മുടെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിങ്ങനെ പലഹാരം ഒന്നും കാണാൻ പറ്റില്ല. എന്നാൽ ഈ ഇവൻ ആ കടക്കാരൻ അതിനെ മണ്ടയ്ക്ക് വെച്ച് അടച്ചു വെക്കുക. ഇതിന്റെ തമാശ തന്നെ, ഇത് കഴിക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ചെയ്യുന്നേ. പേടയിലൊക്കെ അങ്ങനെ പേടയിലൊക്കെ ഉണക്കാൻ വന്നിട്ട് നമ്മളപ്പോ ആദ്യം കാണുന്നത് ഒരു പേടക്കകത്ത് 5 ഉണക്കാൻ വന്നിട്ട്. അതെ, ഇവിടെ ഇപ്പൊ തന്നെ ഇവിടെ പിള്ളേരെല്ലാം വെള്ളത്തിൽ ചാടും. അപ്പൊ നമ്മുടെ നാട്ടില് അത് വെള്ളം നല്ല ഒഴുക്കുണ്ട്. ഒരു 7-8 വയസ്സുള്ള പിള്ളേരെ രക്ഷകർത്താക്കൾ സമ്മതിക്കും, അതിന് അടുത്ത് പോകാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും വൃത്തിയായിട്ട് അതെ, ആരെങ്കിലും ഇറങ്ങും, നമുക്ക് തന്നെ അത് ഇറങ്ങാൻ തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമ്മള് പിള്ളേർ ഇറങ്ങും. അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇവരുടെ ഒരു അല്ലെ, ഇവിടെ ഉള്ളതല്ലേ തോക്കുണ്ടെന്ന് പറയുന്നുള്ളതാണ്. ഈമാർക്കുള്ള എല്ലാത്തിന്റെയും കയ്യില് കളപ്പം വെടിയാണ്. നമ്മളെ കൂടെ നമ്മളെ കൂടെ വന്ന റദ്ദീറില്ല, എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവന്റെ മുഖത്ത് വെടികൊണ്ട പാടൊക്കെ വെടി വെച്ച് കളിച്ചത്. അപ്പൊ അവ എന്നിട്ട് മറ്റവന്റെ മുട്ടിന് വെടി വെച്ചിരുന്നു.